നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽമഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വകുപ്പ് മേധാവികളുടെ യോഗം ചേർന്നു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചത് മണിയാറൻകുടി സ്വദേശി വിജയകുമാർ. ഇദ്ദേഹത്തിന് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത് കോഴിക്കോട് വെച്ച്. ഇരട്ടയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പോക്സോ കേസിലെ അതിജീവിതയുടെ വീട്ടിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സന്ദർശനം നടത്തി. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വണ്ടൻമേട്ടിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. 6 ചാക്ക് ഏലക്ക മോഷണം പോയി. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ വാർത്തകൾ. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വേനൽമഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ജില്ലാതല വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് ആശാ വർക്കർമാരുടെയും പ്രൈമറി ഹെൽത്ത് സെന്റർ ജീവനക്കാരുടെയും അടിയന്തര ജില്ലാതല യോഗം ചേരേണ്ടതും മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നുകൾ ശേഖരിക്കേണ്ടതുമാണെന്ന് യോഗം നിർദ്ദേശിച്ചു. റോഡുകളുടെ വശങ്ങളിൽ കാഴ്ച മറയുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും റോഡിലേക്ക് ചേർന്നു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചു മാറ്റണം. നിലവിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വൃത്തിയാക്കുന്നതിനും ആവശ്യമെങ്കിൽ പുതിയവ സ്ഥാപിക്കുവാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എങ്കിലും കാലവർഷം ശക്തിപ്പെടുകയും അതിരൂക്ഷമായ മഴയുണ്ടാവുകയും ചെയ്താൽ തീരദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനാവശ്യമായി എടുക്കേണ്ട നടപടികളെക്കുറിച്ചും ഗൗരവമേറിയ ചർച്ച നടത്തുകയുണ്ടായി. ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. അവരുമായി ഇൻട്രാക്ട് ചെയ്യാനും ആവശ്യ സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ട ജാഗ്രത പുലർത്താനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി. യാത്ര ചെയ്യുന്നത് രാത്രികാല യാത്ര നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരങ്ങൾ വീഴുന്ന സ്ഥിതിവിശേഷമൊക്കെ എല്ലാ കാലത്തും രൂപപ്പെട്ടു വരുന്ന സ്ഥലങ്ങളിൽ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത്തരം മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരും സജീവമായ രംഗത്തുണ്ട്. ഡെങ്കിപ്പനി കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ജാഗ്രത പുലർത്താനും നല്ല നിലയിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള തീരുമാനവും ഇന്ന് എടുക്കുകയുണ്ടായി. അപ്പോൾ പൊതുവിലെ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ കൂടിയ ഒരു മീറ്റിംഗ് എന്ന നിലയിൽ നമ്മുടെ ജില്ലയിൽ നല്ല ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാനും സന്നദ്ധസേനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്താനും കഴിയേണ്ടതായിട്ടുണ്ട്. നല്ല നിലയിലുള്ള കമ്മിറ്റികൾ ഡെപ്യൂട്ടി കളക്ടർമാരുടെയും സബ് കളക്ടറും ആർഡിഒയും എല്ലാം ഉൾപ്പെടുന്ന തലത്തിൽ തന്നെ താലൂക്ക് തലത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഇതര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം ചേർന്നത്. ഇനി തുടർന്നും ഇത്തരം കാര്യങ്ങൾ നല്ല നിലയിൽ വിലയിരുത്തി പ്രശ്നങ്ങൾ രൂപപ്പെടാതെ പോകുന്നതിനും ഏത് വിഷയങ്ങൾ വന്നാലും അതിജീവിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച തുടർ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, ADM ബി ജ്യോതി, ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം. കോഴിക്കോട് വെച്ചാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയായിരുന്നു മരണം. കോഴിക്കോട് വെച്ചാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത്. വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം കോഴിക്കോട് എത്തിയത്. പിന്നീടാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വിജയകുമാറിന് വൃക്ക മാറ്റിവെച്ചത്.
മാതാവ് രമണിയുടെ വൃക്കയാണ് വിജയകുമാറിന് പകുത്തു നൽകിയത്. വിജയകുമാറിന്റെ ചികിത്സയ്ക്കായി 15 ലക്ഷത്തിലധികം രൂപ വേണ്ടി വന്നു. നിർധന കുടുംബാംഗമായ യുവാവിന്റെ ചികിത്സാ ചെലവ് നാട്ടുകാർ ഒത്തൊരുമിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോട് നടത്തിയ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ യുവാവിന് ബോധം നഷ്ടമായി. തുടർന്ന് തലച്ചോറിൽ അണുബാധയുണ്ടായി. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുൻപാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ഇരട്ടയാറിൽ അതിജീവിതയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയാണ് മകളുടെ മൃതദേഹം ആദ്യം കണ്ടത്. പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഈ ദുരൂഹ മരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത് മുമ്പ് പോക്സോ കേസിൽ വിക്ടിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. 17-ാം വയസ്സിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള രൂപത്തിൽ പീഡനത്തിനിരയായി ആ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ്, പോക്സോ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദുരൂഹ സാഹചര്യത്തിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ഈ വീട്ടിനകത്ത് ദുരൂഹമായിട്ടുള്ള നിലയിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. ഇത്തരത്തിൽ പോക്സോ കേസിലെ വിക്ടിമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു 2 വർഷത്തിനുള്ളിൽ, അതും ആ കേസ് വിചാരണ പൂർത്തിയാവാത്ത സന്ദർഭത്തിൽ സ്വന്തം വീട്ടിനകത്ത് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഈ കേസിലൂടെ വെളിപ്പെട്ടു വന്നിട്ടുള്ളത്. ഏത് നിലയിലാണ് ആ പെൺകുട്ടി മരണപ്പെടാൻ ഇടയായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്തി എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സമാഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കണം ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത് എന്ന് വനിതാ കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷം മുൻപാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത്. കേസ് നടന്നു വരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ ദുരൂഹ മരണം. ഗാർഹിക പീഡന പരാതികൾ വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദമ്പതികൾക്ക് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാണെന്നും സതീദേവി പറഞ്ഞു. പരസ്പര വിശ്വാസമില്ലാത്തവരായി ദമ്പതികൾ മാറുകയും ഒരു കൂരയ്ക്ക് കീഴിൽ പീഡനങ്ങൾ പതിവാകുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഏറെയും. കുടുംബജീവിതം എങ്ങനെ പരസ്പര വിശ്വാസത്തോടെയും പരസ്പരം അംഗീകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പല ദമ്പതികൾക്കും അറിയാത്ത സ്ഥിതിയുണ്ട്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. മറ്റ് ജില്ലകളിലെ പോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഇത്തരത്തിലുള്ള പരാതികളാണ് കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുള്ളത്. പരസ്പര വിശ്വാസമില്ലാതെ, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര വിശ്വാസമില്ലാതെ ഒരു കുരയ്ക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കമ്മീഷന്റെ മുമ്പാകെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഈ ഇടുക്കി ജില്ലയിലും അതുപോലുള്ള പരാതികൾ വന്നിട്ടുണ്ട്. ഗാർഹിക ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് പരസ്പര വിശ്വാസത്തോടെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത അവസ്ഥ ഈ വിവാഹ സമയത്ത് ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കോടതി മുമ്പാകെയും അതുപോലെ തന്നെ കമ്മീഷൻ മുമ്പാകെയും ഒക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളത് കമ്മീഷൻ കാണുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഏറെക്കാലമായി കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനിവാര്യതയുണ്ട് എന്നുള്ളത് കമ്മീഷൻ കാണുകയാണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലും അത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ നടത്തുന്നത്. അത് വനിതാ പോലീസ് സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനം ഉൾപ്പെടെ ഇതിനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ശക്തമായ നിയമങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ആ നിയമങ്ങൾ അനുശാസിക്കുന്ന സംരക്ഷണം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്ന അവസ്ഥയുണ്ട്. ഗാർഹിക ചുറ്റുപാടുകൾ, തൊഴിലിടങ്ങൾ, യാത്രാവേളകൾ, പൊതു ഇടങ്ങൾ തുടങ്ങി ഏത് സാഹചര്യത്തിലായാലും നിയമങ്ങൾ അനുശാസിക്കുന്ന സുരക്ഷിതത്വം സ്ത്രീകൾക്ക് ഒരുക്കിക്കൊടുക്കാൻ ഉതകുന്ന വിധം പോലീസിന്റെ ഇടപെടൽ ശക്തമാകണം. നിഷ്ഠൂര ഗാർഹിക പീഡനങ്ങൾക്കിരയാവുന്ന സ്ത്രീകളോട് ഒത്തുതീർപ്പിന് ആവശ്യപ്പെടുന്നത് പലപ്പോഴും പീഡനങ്ങൾ സഹിച്ച് ജീവിക്കൂ എന്ന ധ്വനി നൽകുന്നുണ്ട്. ഇത്തരം കേസുകളിൽ നിയമം അനുശാസിക്കുന്ന സംരക്ഷണം പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് ലഭ്യമാക്കാൻ പോലീസ് തയ്യാറാകണം. താഴെത്തട്ടിലുള്ള പ്രശ്നപരിഹാരത്തിനായി വാർഡുതല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണം. ഏകോപനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജാഗ്രതാ സമിതികൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. 2 പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിന് അയച്ചു. 1 പരാതി നിയമസഹായ അതോറിറ്റിക്കും 1 പരാതി റവന്യൂ വകുപ്പിനും കൈമാറി. 20 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. ആകെ 32 പരാതികളാണ് പരിഗണിച്ചത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് കുര്യൻ, കൗൺസിലർ OA റൂബിയ എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട്ടിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. 6 ചാക്ക് ഏലക്ക മോഷണം പോയി. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വണ്ടൻമേട് വെയർഹൌസിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. രാവിലെ 8 മണിയോടെ സ്ഥാപനം തുറക്കുന്നതിനായി എത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ പൂട്ട് അറുത്തുമാറ്റിയ നിലയിലായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. 2 പേരെന്ന് കരുതപ്പെടുന്നു. അവർ വന്ന് നമ്മുടെ ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ക്യാമറകളിലും കറുത്ത പെയിൻറ്റ് കൊണ്ട് സ്പ്രേ അടിച്ച് മൂടിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ ക്യാമറയാണെങ്കിലും എല്ലാ ക്യാമറകളും പൂർണ്ണമായിട്ടും സ്പ്രേ പെയിൻ്റ് അടിച്ച് മറച്ചതിനാൽ വിഷ്വൽസ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. നമുക്ക് ഏകദേശം 6 ചാക്ക് കായാണ് മോഷണം പോയിരിക്കുന്നത്. അതിനകത്ത് ചാക്ക് കെട്ട് ചുമന്ന് മാറ്റിയതുപോലെയുള്ള 1-2 വീഡിയോ ലഭിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാപനം ക്യാമറ നിരീക്ഷണത്തിലായിരുന്നെങ്കിലും CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വ്യക്തമല്ല. അവ്യക്തമായ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന് 100 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ CCTV ക്യാമറകളും പെയിന്റ് അടിച്ച് മറച്ച നിലയിലാണ്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 6 ചാക്കുകളിലായി 300 കിലോയോളം ഉണങ്ങിയ ഏലക്കയാണ് മോഷണം പോയത്. ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്ക്. നെടുങ്കണ്ടം പാറത്തോട്ടിലാണ് അപകടം നടന്നത്. ഡ്രൈവർ മാരിമുത്തു, പെരിയസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പെരിയസ്വാമിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മാരിമുത്തു നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കട്ടപ്പന വെട്ടിക്കുഴകവലയ്ക്ക് സമീപം ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചകഴിഞ്ഞാണ് അപകടം നടന്നത്. കട്ടപ്പന ഭാഗത്തു നിന്നും എത്തിയ ഓട്ടോറിക്ഷ വെട്ടിക്കുഴക്കവലയ്ക്ക് സമീപം റോഡിൽ തെന്നി മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്നാ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ മറിഞ്ഞു, ഓടി വന്നു, അത്രേ അറിയത്തുള്ളൂ. മഴയല്ലേ. എത്ര പേരുണ്ടായിരുന്നു? അവർ 3 പേര്. ഒരാൾക്ക് ന്യായമായ പരിക്കുണ്ട്, മറ്റേ 2 പേർക്ക് കുഴപ്പമില്ല. പെട്ടെന്ന് വണ്ടിയെ കയറ്റി അടുത്ത ഓട്ടോ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. ഉടൻ തന്നെ പ്രദേശവാസികൾ ചേർന്ന് വാഹനത്തിലുണ്ടായിരുന്നവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീ പെരുമ്പത്തൂരിലേക്ക് നടത്തുന്ന രാജീവ് സ്മൃതി യാത്രയ്ക്ക് തുടക്കമായി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിളിന്റെ നേതൃത്വത്തിൽ മിനി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച യാത്ര DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വന്തം ജീവനും ജീവിതവും കൊണ്ട് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ജീവൻ നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്നും രാജീവ് ഗാന്ധിക്കൊപ്പം ചിന്നിച്ചിതറിയത് ഇന്ത്യയുടെ ഭാവി സ്വപ്നങ്ങൾ കൂടിയായിരുന്നുവെന്നും യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ജോയ് തോമസ് പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച രാഷ്ട്ര പുനർനിർമ്മാണം നടത്തിയ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യയെ വളരെയധികം പിന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർക്കും കൊണ്ടുവരാനും കാണാനും കഴിയാത്ത അഭൂതപൂർവമായ സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായത് എന്ന് ലോകജനത മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആ രാജീവ് ഗാന്ധിയെയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ എന്നും അസൂയകളായിരുന്ന അയൽവാസികളായ പല ആളുകളും കൂടിച്ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അദ്ദേഹത്തെ ഈ രാജ്യത്തു നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് അവർ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒക്കെ തുല്യമായ രീതിയിൽ ഇന്ത്യയുടെ വളർച്ച മുമ്പോട്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കട്ടപ്പനയിൽ നിന്നും ആരംഭിച്ച യാത്ര 21-ന് ശ്രീ പെരുമ്പത്തൂരിൽ എത്തും. തുടർന്ന് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കും. തുടർന്ന് ബ്ലോക്ക് കമ്മിറ്റി സ്മൃതി മണ്ഡപത്തിൽ നടത്തുന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്യും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ തോമസ് മൈക്കിളിനെ ജോയി തോമസ് പതാക കൈമാറി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് EM അഗസ്തി, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, രാജൻ കാരാച്ചിറ, AM സന്തോഷ്, ജോസ് ആനക്കല്ലിൽ, ബിജു വെളുത്തെടുത്ത്, ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ, സണ്ണി മാത്യു, വിനോദ് നെല്ലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. അതികഠിനമായ വേനൽ മൂലം ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പിടികൊടുക്കാതെ കുതിക്കുകയാണ് ഇറച്ചിക്കോഴിയുടെ വില. ദിവസവും കോഴിയിറച്ചിക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അടിമാലി മേഖലയിൽ 180-നടുത്താണ് കോഴിവില. കഴിഞ്ഞ ഒരു മാസത്തിനകം സംസ്ഥാനത്ത് കോഴിവിലയിൽ 40 രൂപയ്ക്കടുത്ത് വർധനവാണുണ്ടായത്. 2023 ഡിസംബറിൽ ഇറച്ചിക്കോഴിക്ക് 100 രൂപയിൽ താഴെയായിരുന്നു വില. കഠിനമായ വേനൽ മൂലം ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കൂടാൻ പ്രധാന കാരണം. ചൂട് കടുത്തതോടെ കർഷകർ കോഴി വളർത്തൽ താൽക്കാലികമായി നിർത്തി. കേരളം, ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ലഭ്യത കുറഞ്ഞു. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുമാണ് വിൽപ്പനയ്ക്കായി ഹൈറേഞ്ചിലേക്കടക്കം ഇറച്ചിക്കോഴി എത്തുന്നത്. കേരളത്തിലെ ചില ഫാമുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി വ്യാപാരികൾ കോഴി വാങ്ങുന്നുണ്ട്. വില കുത്തനെ ഉയർന്നതോടെ തീൻമേശുകളിൽ കോഴി വിഭവങ്ങൾ നിരക്കണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടി വരുന്നു. ഹോട്ടൽ മേഖലയ്ക്കും കോഴിയിറച്ചി വില ഉയർന്നത് തിരിച്ചടിയായിട്ടുണ്ട്. ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. അതേസമയം വിലവർധനവ് നിയന്ത്രിക്കേണ്ടുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ആളുകൾ പങ്കുവയ്ക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ പകൽ റോഡിലിറങ്ങി കാട്ടാന. റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തായിരുന്നു കാട്ടാന എത്തിയത്. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വളറ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നേര്യമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ്. പകൽ സമയത്തും കാട്ടാന വനമേഖലയിലെ റോഡിലിറങ്ങി. ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി. വളറ വെള്ളച്ചാട്ടത്തിനു സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജനവാസ മേഖലയ്ക്ക് അരികിലും ദേശീയപാതയ്ക്ക് സമീപവുമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രികരിലുമൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. നാളുകൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു. കഴിഞ്ഞ വർഷം ഇരുചക്ര വാഹന യാത്രികൻ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹന യാത്രികരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതിനാൽ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കും അധികമാണ്. കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തെത്തുന്നതിൽ ആശങ്ക. പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ ആന ഭക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്നുമാണ് വാദം. കഴിഞ്ഞ വർഷവും പടയപ്പ സമാന രീതിയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. മൂന്നാർ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് പടയപ്പ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ കൂടിക്കിടക്കുന്ന വസ്തുക്കൾക്കിടയിൽ നിന്നും കാട്ടാന സാധനങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ ആന ഭക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്നുമാണ് വാദം. படையப்பா ஒரு வாரமாக இந்த டம்பிங் யார்டு வேஸ்ட்டு இதில் தான் டெய்லியும் சாயந்தரம் கரெக்டாக ஒரு 4-5 மணிக்கு வந்துடுது. இந்த வேஸ்ட்டு டவுனில் கிடக்கிற வேஸ்ட்டுகள் பச்சைக்கறி எல்லாம் கொண்டு இங்கே தான் டம்பிங் யார்டில் போடுறாங்க. இது கூட பிளாஸ்டிக்கு சேர்ந்து தான் வருது. இப்போ இங்கே பார்க்கும்போது அந்த பிளாஸ்டிக்கு சேர்த்து தான் சாப்பிடுது. அது சாப்பிட்றதுனால அந்த படையப்பாவுக்கு பல நோய்கள் வரக்குள்ள வாய்ப்புகள் இருக்குது. இது அதிகாரிகள் மேக்சிமம் இது பச்சைக்கறியை மட்டும் தின்னா பிரச்சனை இல்லை, இந்த பிளாஸ்டிக் திங்கிறதுனால படையப்பாவுக்கு எவ்வளோ சீக்கிரம் நோய் வாய்ப்பட வாய்ப்பு இருக்குது. இதை அதிகாரிகள் கண் திறந்து இந்த வேஸ்ட்டிலிருந்து மாற்ற നടപടിക്ക് എടുക്കണം. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പടയപ്പയെ കൂടാതെ വേറെയും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. போகவே முடியல. 8 மணி 9 மணி 10 மணிக்கு வேலை முடியறதுக்கு நாங்கள் 4 மணிக்கு 5 மணிக்கு கேட்டு வீட்டுக்கு போக வேண்டியது இருக்குது.
என்ன செய்ய நாங்கள் ஒரு இது இப்போ ஃபாரஸ்ட்டுக்காரங்க ஏதாச்சும் எதாவது செய்கிறாங்களோ அதுவும் இல்லை. நேற்றுக்கெல்லாம் இந்த கல்லாறுலலாம் காலையில் வேலைக்கு போகிறோம், கோயிலுக்கிட்டே வந்து நிற்கிது. ஒரு இல்லை, நாங்கள் வேலைக்கு போய் உயிரை கையில் ஏந்திக்கிட்டு தான் நாங்கள் வேலைக்கு போகிறோம். இந்த யானை படையப்பா இங்கே நிற்கிறதுனால அது வேஸ்டெல்லாம் சாப்பிடுது, அதனால அது உயிர் பாதுகாப்பு இல்லை. அதை காட்டுக்குள்ளே அடர்ந்த காட்டுக்குள்ளே கொண்டு போய் அதை விடுறதுக்குள்ளே ஏற்பாடு பண்ணணும். ரெண்டாவது எங்களுக்கு பொதுமக்கள் போயிட்டு வர்றதுக்குள்ளே செம்மையான இல்லை. ஏன்னா எந்த நேரத்தில் யானை ரோட்டில் நிற்கும்னு தெரியாது. அதனால் நாங்கள் பயந்து உயிருக்கு பயந்து தான் நாங்கள் போயிட்டு வந்துக்கிட்டு இருக்கிறோம். தயவுசெய்து இந்த யானையை எங்கேயாவது ஒரு காட்டுக்குள்ளே அடர்ந்த കാട്ടുകുള്ള കൊണ്ടേ വിടുമാറ് കേട്ടുக்கிறேன். കഴിഞ്ഞ വർഷവും പടയപ്പ സമാന രീതിയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. അന്നും ഇത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന വാദമുയർന്നു. കാട്ടാനകൾ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഫലവത്തായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കാട്ടാനകൾ ഇപ്പോൾ വീണ്ടും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നത്. അയ്യപ്പൻകോവിൽ പരപ്പിൽ സ്വകാര്യ വ്യക്തി പെരിയാറിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടം ഇടുക്കി തഹസിൽദാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. പെരിയാർ കയ്യേറി നിർമ്മിച്ച അനധികൃത കെട്ടിടമാണ് ഉപ്പുതറ പോലീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത്. അയ്യപ്പൻകോവിൽ പരപ്പ് ടൗണിനോട് ചേർന്നാണ് ക്യാച്ച്മെന്റ് ഏരിയയിൽ നിർമ്മാണം നടത്തിവന്ന കെട്ടിടം ഇടുക്കി തഹസിൽദാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റിയത്. പരപ്പ് സ്വദേശിയായ ജിൻസ് കോട്ടിരിക്കൽ എന്ന സ്വകാര്യ വ്യക്തിയാണ് പെരിയാറിനോട് ചേർന്ന ഭാഗത്ത് കെട്ടിട നിർമ്മാണം നടത്തിവന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഇത് തടഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയതാണ്. എന്നാൽ ഇതിനെതിരെ അപ്പീലിന് പോയ സ്വകാര്യ വ്യക്തിക്ക് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാഞ്ഞതിനാൽ അപ്പീൽ തള്ളി. തുടർന്ന് കെട്ടിടം പൊളിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയതോടെയാണ് പൊളിച്ചു നീക്കിയതെന്ന് ഇടുക്കി തഹസിൽദാർ മിനി ജോൺ പറഞ്ഞു. ഇടുക്കി താലൂക്കിലെ അയ്യപ്പൻകോവിൽ വില്ലേജില് പെരിയാർ തീരത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ പെരിയാർ തന്നെയാണ്, പെരിയാറിന് അത്രയും വീതിയുള്ളതാണ്. അപ്പോൾ അത് പക്ക പുറമ്പോക്കിൽ പണിയുന്ന ഒരു അനധികൃത നിർമ്മാണമായിരുന്നു. അപ്പോൾ ഈ കെട്ടിടം പണിയാനായിട്ട് തറ കെട്ടിയപ്പോൾ തന്നെ നമ്മളതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു, കക്ഷി ഒഴിച്ച് വിടാനൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം വില്ലേജ് ഓഫീസർ വിശദമായ റിപ്പോർട്ടും A4 റിപ്പോർട്ടൊക്കെ തന്നു. അതിലെല്ലാം ഇയാൾക്ക് പൊസിഷനൊന്നും ഇല്ലായിരുന്നു. അതിനടുത്തവർ താമസിക്കുന്നത് തന്നെ നിയമാനുസൃതമായ ഒരു ഭൂമിയിലല്ല. പിന്നീട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിൻ്റെ പുറത്ത് തഹസിൽദാർ സംരക്ഷണ നിയമപ്രകാരമുള്ള B-ഫോം നോട്ടീസ് കൊടുത്തു, കക്ഷിയെ ക്ലിയർ ചെയ്തു. ആ സമയത്തൊന്നും ഒരു അയാൾക്ക് പൊസിഷനുള്ള നമുക്ക് കൈവശം സ്ഥാപിക്കാനുള്ള ഒരു വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഹാജരാക്കിയില്ല. അതേ തുടർന്ന് നമ്മൾ അയാൾക്ക് ഉത്തരവ് കൊടുത്തു. പൊളിച്ചു മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തെങ്കിലും അയാൾ അനുസരിച്ചില്ല. വീണ്ടും RDOയ്ക്ക് ബഹുമാനപ്പെട്ട RDOയ്ക്ക് അപ്പീൽ കൊടുത്തു. ബഹുമാനപ്പെട്ട സബ് കളക്ടർ കക്ഷിക്ക് നോട്ടീസ് കൊടുത്ത് ഹിയർ ചെയ്തു. എന്നിട്ട് അതിന് ബേസ് ഒന്നുമില്ല, നമുക്ക് നിയമാനുസൃതമായിട്ട് തുടരാൻ അനുവദിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് സബ് കളക്ടർ അപ്പീൽ തള്ളുകയാണുണ്ടായത്. അപ്പീൽ തള്ളിയിട്ട് തന്നെ ഇപ്പം ഏതാനും മാസങ്ങളായി. വീണ്ടും അവർ അതിന് മുകളിലേക്കുള്ള നിലകളായിട്ട് പണിയാൻ ആരംഭിച്ചപ്പോഴാണ് നമ്മൾ പെയിൻ്റ് എഡിക്ഷനായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ പെരിയാറിൽ വെള്ളം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്, മഴ പെയ്തു. അപ്പോൾ പെരിയാറിന് ഒത്തിരി ഏതാനും മീറ്ററുകളേ ഉള്ളൂ പെരിയാറിലേക്ക്. അപ്പോൾ അതൊരു അപകട സാധ്യതയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പെയിൻ്റ് കുളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. 2 നിലയിലായി പണിതിരുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ ഭാഗം ഉപ്പുതറ പോലീസിന്റെ സഹായത്തോടെയാണ് പൊളിച്ചു നീക്കിയത്. അതേസമയം കാലങ്ങളായി തന്റെ പിതാവിന്റെ പക്കലുണ്ടായിരുന്ന സ്ഥലമാണിതെന്നും ചില സ്വകാര്യ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ചതെന്നും സ്ഥലം ഉടമയായ ജിൻസ് പറഞ്ഞു. 30 വർഷമായി എൻ്റെ പിതാവിൻ്റെ കൈവശം ഇരിക്കുന്നത് ഈ ഭൂമിയിൽ. നിലവിൽ വീട്ടു നമ്പർ സഹിതം ഉള്ള ഒരു വീട് ഞാൻ റെനോവേഷൻ ചെയ്തതിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ ഈ ഒരു തിക്താനുഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പണിത ഒരു ചെറിയൊരു റെസിഡൻഷ്യൽ, അതായത് ഏകദേശം ഒരു 450 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ പേരിൽ പലരുടെയും പരാതിയിൽ, അതായത് വലിയ വലിയ ബിനാമികൾ ഇതിൻ്റെ അകത്ത്, വലിയ വലിയ വമ്പൻ സ്വാവുകൾ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അവർക്ക് പല പ്രാവശ്യങ്ങളിൽ വന്ന് ഈ സ്ഥലം ചോദിക്കുകയും ഈ സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള വൈരാഗ്യം ഇവർക്ക് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു വീട് പണിതതിൻ്റെ പേരിൽ മേലധികാരികൾ തൊട്ട് എല്ലാവരിലും സ്വാധീനം ചെലുത്തി ഇതൊരു അനധികൃത നിർമ്മാണമാണ് എന്നുള്ള പേരിൽ ഇതിനെ പൊളിച്ചു നീക്കിയത് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇതാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇവിടെ നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഇത്തരത്തിൽ പെരിയാറിന്റെ തീരത്തുള്ള അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാഞ്ചിയാർ പേഴുങ്കണ്ടത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തുരുത്തിപ്പള്ളിയിൽ റോബിച്ചൻ മാത്യുവിന്റെ വീടിന്റെ മുൻവശത്തെ 15 മീറ്ററിലേറെ നീളമുള്ള സംരക്ഷണ ഭിത്തിയാണ് നിലംപൊത്തിയത്. വേനൽമഴ ശക്തിയാർജിച്ചതിന്റെ ഫലമായി നിരവധി നാശനഷ്ടങ്ങളാണ് ഹൈറേഞ്ചിൽ ഉണ്ടാകുന്നത്.
കനത്ത വേനൽ മഴയിലാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. കാഞ്ചിയാർ പേഴുങ്കണ്ടം തുരുത്തിപ്പള്ളി റൂബിച്ചൻ മാത്യുവിന്റെ വീടിന്റെ മുൻവശത്തെ 15 മീറ്ററിലേറെ നീളമുള്ള സംരക്ഷണ ഭിത്തിയാണ് നിലം പൊത്തിയത്. 12 കഴിഞ്ഞാന്ന് തോന്നുന്നു. നല്ല ശക്തമായ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാം അടുക്കളയിലായിരുന്നു, ചോറുണ്ണാനായിട്ട് ഇരുന്നായിരുന്നു. അന്നൊരു ശബ്ദം കേട്ട് നോക്കിയപ്പം മൊത്തം ഇടിഞ്ഞ് താവോട്ട് വീഴുമായിരുന്നു. 3 മാസം മുമ്പ് 2.5 ലക്ഷത്തിലേറെ രൂപ മുതൽ മുടക്കിയാണ് ഭിത്തി നിർമ്മിച്ചത്. കനത്ത മഴയ്ക്ക് ശേഷം വലിയ ശബ്ദത്തോടെ ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇഷ്ടികയും കോൺക്രീറ്റ് പാളികളും തട്ടി സമീപത്തെ വൈദ്യുതി പോസ്റ്റും ചെരിഞ്ഞിട്ടുണ്ട്. വീട്ടുടമ വില്ലേജ് അധികൃതരെ അടക്കം വിവരമറിയിച്ചു. ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും ചേറ്റുകുഴിയിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം മണിയൻപിള്ള രാജു മുഖ്യ അതിഥിയായിരുന്നു. ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ 14ാമത് കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറുമാണ് നടന്നത്. ചേറ്റുകുഴി വൈറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ഏലം കർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 പേർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മാനിച്ചു. അതിനുവേണ്ടിയുള്ള പരീക്ഷണവും പരിശീലനവും നടത്തിവരികയാണ്. അഗ്രികൾച്ചർ മിനിസ്റ്റർ ശ്രീ പ്രസാദും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ശ്രീകുട്ടിയാടും അവിടെ വ്യവസായ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെ വാസുദേവൻ, ഞങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ അതിന് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ലോൺ വെക്കാൻ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ക്രമീകരിക്കാൻ പറ്റും, സാങ്കേതിക സഹായം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ട് ശാസ്ത്രീയമായ കൃഷി പരിരക്ഷ ഉറപ്പുവരുത്തപ്പെട്ട നിലയിൽ ഇറിഗേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി വളരെ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക. ഹോർട്ടി റിസർച്ച് സെന്റർ കർഷക ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കുകയാണ്. സമ്മിശ്ര കർഷകൻ, യുവ കർഷകൻ, സാഹസിക കർഷകൻ, വനിതാ കർഷക, മികച്ച കൃഷി എന്നീ വിഭാഗങ്ങളിൽ ക്യാഷ് അവാർഡും ഉപഹാരവും സിനിമാ താരം മണിയൻപിള്ള രാജു കൈമാറി. കർഷക ശ്രേഷ്ഠ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷനായിരുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കെ കുമാർ, സ്പിക്ക് ആൻഡ് ഗ്രീൻ ഫെർട്ടിലൈസേഴ്സ് മാർക്കറ്റിംഗ് മാനേജർ പി കെ രമേശ്, ഹോർട്ടി റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഗഫൂർ, ഹോർട്ടി റിസർച്ച് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബിച്ചൻ ആക്കാട്ടുമുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏലം കൃഷി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗവും എന്ന വിഷയത്തിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എം മുരുകൻ സെമിനാർ നയിച്ചു. പൊതുപ്രവർത്തന രംഗത്തെ മികച്ച സംഭാവനകൾ മാനിച്ച ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ, കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് ഏലം ഗവേഷകൻ പ്രൊഫസർ എം മുരുകൻ എന്നിവർക്ക് പുരസ്കാരം നൽകി. ഫാദർ മാത്യു വടക്കേമൂരുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചാരിറ്റി ഫണ്ട് വിതരണം ഹോർട്ടി റിസർച്ച് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഗഫൂർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബിച്ചൻ ആക്കാട്ടുമുണ്ടയിൽ എന്നിവർ ചേർന്ന് കൈമാറി. തുടർന്ന് കോട്ടയം D4 ഡാൻസ് ഫാക്ടറി അവതരിപ്പിച്ച ഡാൻസും അരങ്ങേറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ മലയാളി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ഉറപ്പിക്കാൻ മുന്നിട്ടിറങ്ങി ഇടുക്കിയിലെ KSU പ്രവർത്തകർ. KSU ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഡൽഹിയിലെ കോൺഗ്രസ് വാർ റൂമിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കോൾ സെന്ററുകളിൽ നിന്നും ഓരോ വോട്ടർമാരെയും നേരിട്ട് വിളിച്ചാണ് വോട്ടുകൾ ഉറപ്പാക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളെ നേരിട്ട് മനസ്സിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സൗത്ത് ഇന്ത്യൻ ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാഗമായാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഈ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 50ഓളം പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരായ 50ഓളം പ്രവർത്തകരാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും KPC പ്രസിഡന്റ് K. സുധാരൻജിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർ റൂമിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും വർഷങ്ങളായി ഈ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരായ മുഴുവൻ 10 ലക്ഷത്തോളം മലയാളി വോട്ടർമാരുണ്ട്. അവരെ മുഴുവനും ഫോണിൽ കൂടി നേരിട്ട് വിളിച്ച് ഇലക്ഷൻ്റെ വിവരങ്ങളും സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും മുന്നണിയുടെ വിവരങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ കൃത്യമായി പ്രവർത്തകർ ഉറപ്പാക്കുന്നു. ഡൽഹിയിൽ 10 ലക്ഷത്തോളം മലയാളി വോട്ടർമാരാണുള്ളത്. രാജ്യത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 10 ദിവസങ്ങളായി KSU ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ അഭിനവ് ഷെലൈറ്റ്, ടോം ജോ ജോസഫ്, അഡോൺ ഷെലൈറ്റ് തുടങ്ങിയവർ ഡൽഹിയിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കൂട്ടിക്കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തവണയും ആദിവാസി കുടുംബങ്ങളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര
കുടുംബങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെയാകും. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെയെത്തണം. സ്കൂൾ തുറക്കുന്നതോടെ പഠനം നടത്തുന്ന കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിൽ എത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മഴക്കാലം ആരംഭിക്കും മുമ്പേ പുഴയ്ക്കു കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിക്കും. പുഴയ്ക്കക്കരെ ഇക്കരെയുള്ള 2 മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര. ജീവൻ പണയപ്പെടുത്തി സാഹസികമായി തന്നെ വേണം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമെല്ലാം മഴക്കാലത്ത് യാത്രാമാർഗം ഇതേയുള്ളൂ. 2018 മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു. പുഴ കടന്നിവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതുണ്ട്. പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കുട്ടിക്കുടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന് മുകളിലൂടെ ഈറ്റ കൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് കുടിനിവാസികൾ. എത്രയും വേഗത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതോടൊപ്പം റോഡും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ ആവർത്തിക്കുന്നു. അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻകുടിയിൽ സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ചെന്നിനായ്ക്കൻകുടി വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന ഭാഗത്താണ് മദ്യപ സംഘങ്ങൾ തമ്പടിക്കുന്നത്. അയ്യപ്പൻകോവിൽ 6 ഏക്കർ ചെന്നിനായ്ക്കൻകുടി ഭാഗത്താണ് മദ്യപ സംഘങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം രൂക്ഷമായിരിക്കുന്നത്. ചെന്നിനായ്ക്കൻകുടി അമ്പലത്തിന് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് മദ്യപ സംഘങ്ങൾ തമ്പടിക്കുന്നത്. മദ്യപിച്ച ശേഷം കുപ്പിയും മറ്റ് ഭക്ഷണ അവശിഷ്ടങ്ങളും വെയിറ്റിംഗ് ഷെഡിലും സമീപ പ്രദേശങ്ങളിലുമായി ഉപേക്ഷിക്കുകയും മേഖലയിൽ ആക്രമണങ്ങൾ നടക്കുന്നത് പതിവായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. രാത്രി കാലങ്ങളിൽ ഒത്തിരി ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്. അവരെ വേസ്റ്റ് മുഴുവൻ ഞങ്ങളുടെ പറമ്പിലോട്ടാണ് ഇടുന്നത്. കുപ്പിയും ചില്ലുകുപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയും എല്ലാം ഇടുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കെല്ലാം ഇറക്കി കളഞ്ഞു. പക്ഷെ അവർ എല്ലാം ഇന്നലെ രാത്രിയിലും ഉണ്ടെന്ന്. ഞങ്ങൾ ഇന്നലെ രാവിലെ വന്നപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഷെഡിലെല്ലാം അച്ചാറിൻ്റെ കുപ്പിയും മദ്യക്കുപ്പി എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് വരുന്ന ആൾക്കാരെന്ന് അറിയത്തില്ല. ചില ദിവസങ്ങളിൽ രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോഴത്തെ ഭയങ്കര ബഹളം കേൾക്കാം. ഭയങ്കര ഒച്ചയും ബഹളവും തെറിയൊക്കെ കേൾക്കാം. അന്നേരം അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ ഇവിടെ ഒരു വഴിവിളക്ക് ഉണ്ടെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് ആൾക്കാർ വന്നിരിക്കരുതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു വഴിവിളക്കും കൂടെ സ്ഥാപിക്കുവാണെങ്കിൽ അതും ഒരു ഉപകാരമായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുകൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പോലീസും എക്സൈസും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് ആവശ്യപ്പെട്ടു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡ് ചെന്നിനായ്ക്കൻകുടി ഇത് ആദിവാസി കോളനിയാണ്. ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡിലെ 10 മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമായിട്ട് മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ബൈക്കിനെയാണ് വരുന്നത്. പല രീതിയിലുള്ള ബൈക്കുകളും ആൾബകളും ഒക്കെയാണ്. ഇവിടെ പ്രദേശവാസികൾക്ക് രാത്രികാലങ്ങളിൽ ഈ വഴിയെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അടിയന്തരമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അറിയിച്ചിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുന്നതാണ് ഈ പ്രദേശം. സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഉപ്പുതറ കുവലേറ്റം ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പംകുളം ഗോപി വൈദ്യർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പീരുമേട് SNDP യൂണിയന് കീഴിലുള്ള കൂവലേറ്റം 1173 നമ്പർ ശാഖായോഗം പണികഴിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനമാണ് നടന്നത്. യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. SNDP യോഗം പീരുമേട് യൂണിയനിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയായ കൂവലേറ്റം ശാഖയുടെ ആഭിമുഖ്യത്തിൽ പണി കഴിപ്പിക്കുന്ന ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൻ്റെ ശിലാസ്ഥാപനമാണ് ഇപ്പോൾ ഞാൻ നിർവഹിച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പൂർത്തീകരണത്തോടുകൂടി ശാഖായോഗത്തിൻ്റെയും അടുത്ത പ്രദേശങ്ങളിലെ മറ്റെല്ലാ ജനങ്ങളുടെയും പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും എന്നുള്ളതിൽ സംശയമില്ല.
പരിപാടിയിൽ പീരുമേട് SNDP യൂണിയൻ സെക്രട്ടറി KP ബിനു, ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് CV അഷ്ടമൻ, സെക്രട്ടറി TN ബാലകൃഷ്ണൻ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് അമ്പിളി സുകുമാരൻ, ശാഖാ പ്രസിഡന്റ് ബീന സുഭാഷ്, സെക്രട്ടറി മായ മനോഹരൻ, ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ വെന്തുരുകിയ മണ്ണിലേക്ക് വേനൽ മഴയെത്തിയപ്പോൾ കുളിരണിയിക്കുന്ന മഞ്ഞു പൊങ്ങുന്ന കാഴ്ചയാണ് കട്ടപ്പന കല്യാണത്തണ്ട് സമ്മാനിക്കുന്നത്. പച്ചവിരിച്ച താഴ്വാരങ്ങളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന മൂടൽമഞ്ഞ് ഏറെ കൗതുക കാഴ്ചയൊരുക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഭൂമി ചുട്ടുപൊള്ളുന്ന സ്ഥിതിയിലായിരുന്നു. എന്നാൽ കാത്തിരുന്ന വേനൽമഴ മണ്ണിൽ പെയ്തിറങ്ങിയതോടെ ഹൈറേഞ്ചിന്റെ താഴ്വാര കാഴ്ചകളും സജീവമാകുകയാണ്. വേനൽമഴയ്ക്ക് ശേഷം മഞ്ഞു പൊങ്ങുന്ന കാഴ്ച സമ്മാനിച്ച് കട്ടപ്പന കല്യാണത്തണ്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്നു. പച്ചപ്പട്ടു പുതച്ച മലഞ്ചെരുവിൽ പെയ്യുന്ന മഴയ്ക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന കൂടമഞ്ഞും കുളിർക്കാറ്റും അതിമനോഹര കാഴ്ച തന്നെ. ഇത്ര നാളത്തെ വേനലിന്റെ ചൂടിൽ നിന്നെല്ലാം നമുക്കൊരു ശാപമോക്ഷമായിട്ട് നല്ലൊരു തണുപ്പും മഴയും കിട്ടി. നോക്കൂ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, കല്യാണത്തണ്ട് മുഴുവൻ മഞ്ഞും കോടയെല്ലാം നിറഞ്ഞ് നല്ല അടിപൊളി ഒരു ഇപ്പോൾ ഒരു നിസ്സാരം ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനാണെങ്കിൽ പോലും വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു തണുപ്പായി. ഇത്ര നാൾ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ പോലും ഒരു തണുത്ത കാറ്റ് പോലും കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ മുഴുവൻ കോടയിൽ നിറഞ്ഞ് മൊത്തം നമുക്ക് പകൽ വരുവാണെങ്കിൽ ഇവിടെ അഞ്ചുള്ള ഡാമും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ നല്ല വിഷ്വലായിട്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ മേളിൽ കയറണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പുകളും കാര്യങ്ങളും വേണം. എന്നാൽ പോലും പക്ഷേ മഞ്ഞ് കയറി നിന്നപ്പോഴേക്കും നമുക്ക് അടിപൊളി കോടയിൽ അവിടെ കയറി വന്നപ്പോഴേക്കും അടിപൊളി വിഷ്വലാണ്. നല്ല സുഖമാണ്. എനിക്ക് നോർമലി വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ആവിയൊക്കെ ആയിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ ഫ്രീ ആണ്, കൂളായിട്ട് നിൽക്കുന്നത്. നല്ല ഒരു ഓളമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പ് കിട്ടുന്ന പോലെ ഒരു വേവ് ലെങ്ത് ഒക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് നിൽക്കാം, ചില്ലായിട്ട് നിൽക്കാം. ഇപ്പം നമ്മുടെ യൂത്തൊക്കെ വന്നാലും അടിച്ച് പൊളിച്ചു പോകാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. ഇടുക്കി ജലാശയത്തിന് മുകളിൽ മതിൽക്കെട്ട് പോലെ നിലകൊള്ളുന്ന കല്യാണത്തണ്ട് മലനിരകൾ വേറിട്ട കാഴ്ച അനുഭവമാണ് പകർന്നു നൽകുന്നത്. ഈ കാഴ്ചകൾക്ക് ഇരട്ടി മധുരം പകർന്നുകൊണ്ടാണ് താഴ്വാരങ്ങളിൽ നിന്നും മൂടൽമഞ്ഞ് ഉയർന്നു പൊങ്ങുന്നത്. കുളിരണിയിക്കുന്ന മൂടൽമഞ്ഞ് ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് കല്യാണത്തണ്ടിനെ തേടിയെത്തുന്നത്. നോക്കെത്താ ദൂരത്തുള്ള ദൃശ്യവിരുന്നിനേക്കാൾ കാഴ്ച മറച്ചുകൊണ്ട് ഇടയ്ക്ക് കടന്നുവരുന്ന കോടമഞ്ഞ് തന്നെയാണ് ആളുകൾക്ക് ഏറെ പ്രിയം. മഴയ്ക്ക് ശേഷമാണ് കുന്നുകളെ തഴുകുന്ന കോടമഞ്ഞ് ഉയർന്നു വരുന്നത്. പുലർച്ചെ സമയങ്ങളിലും വൈകുന്നേരവുമാണ് കല്യാണത്തണ്ടിനെ ആസ്വദിക്കാൻ ആളുകൾ കൂടുതലായി ഇവിടേക്കെത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 125, വിൽപ്പനയ്ക്ക് വന്നത് 21,548, വിൽപ്പന നടന്നത് 21,321, കൂടിയ വില 2,821, ശരാശരി വില 1,851. കട്ടപ്പന കമ്പോളം
കുരുമുളക് കിലോഗ്രാമിന് 590 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 325, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6890 രൂപ, വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽമഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വകുപ്പ് മേധാവികളുടെ യോഗം ചേർന്നു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മരിച്ചത് മണിയാറൻകുടി സ്വദേശി വിജയകുമാർ. ഇദ്ദേഹത്തിന് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത് കോഴിക്കോട് വെച്ച്. ഇരട്ടയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പോക്സോ കേസിലെ അതിജീവിതയുടെ വീട്ടിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സന്ദർശനം നടത്തി. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. വണ്ടൻമേട്ടിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. 6 ചാക്ക് ഏലക്ക മോഷണം പോയി. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.